ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന കോടികൾ മുടക്കിയുള്ള വമ്പൻ പ്രൊജക്ടുകളിലെ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല വൻ പദ്ധതികളും കണ്ട് അമേരിക്കയടക്കമുള്ള രാഷ്ട്രങ്ങൾ കണ്ണും തള്ളി നിൽക്കുകയാണ്. അത്രയേറെ മെഗാ പ്രൊജക്ടുകളിലെ കുതിച്ചുചാട്ടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ചിലതാണ് സൂപ്പർനോവ സ്പൈറയും കൂടാതെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റുമൊക്കെ. ഈ ലിസ്റ്റിൽ ഇനിയും അംഗങ്ങളുണ്ട്. അതായത് വരും വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ വരാനിരിക്കുന്ന ടോപ്പ് 10 മെഗാ പ്രൊജക്റ്റുകളെക്കുറിച്ചാണ് നമ്മളിന്നറിയുന്നത്. ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഇന്ത്യ. വളരെ സിമ്പിളായി പറഞ്ഞാൽ അതിവേഗം വളരുന്ന ഒരു പ്രബല ശക്തി. അങ്ങനെ ഇത്തരത്തിൽ ഇന്ത്യ വികസനത്തിൻ്റെ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്ന പലതും മെഗാ പ്രൊജക്റ്റുകളാണ്. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കാൻ തയ്യാറായി ഗതാഗതം, ഊർജം, നഗരവികസനം, സുസ്ഥിര വിഭവങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകൾ ഈ ശ്രമങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നഗരങ്ങൾ മുതൽ ശാന്തമായ ഗ്രാമപ്രദേശങ്ങൾ വരെ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചർ വിടവുകൾ നികത്താനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതികളെല്ലാം ലക്ഷ്യമിടുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക ഭൂപ്രകൃതിയും രൂപപ്പെടുത്താൻ സജ്ജീകരിച്ചിരിക്കുന്ന ഇന്ത്യയിൽ വരാനിരിക്കുന്ന ശ്രദ്ധേയമായ ചില പദ്ധതികളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തേത് സെൻട്രൽ വിസ്റ്റ പുനർവികസനം. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്റ്റ പുനർവികസന പദ്ധതി റൈസിന കുന്നിന് സമീപമുള്ള ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം നവീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പുതിയ പാർലമെന്റ് കെട്ടിടം, കേന്ദ്ര സെക്രട്ടേറിയറ്റ്, മറ്റ് സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. 20,000 കോടി രൂപ, ഏകദേശം $2.4 ബില്യൺ ചെലവ് കണക്കാക്കി 2020 പുനർവികസനം ആരംഭിച്ചു. 2026 ഇത് പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് പദ്ധതി നിയന്ത്രിക്കുന്നത്. ഷബൂർജി പല്ലോൻജി ആൻഡ് കമ്പനി ലിമിറ്റഡും ഡാറ്റ പ്രൊഡക്റ്റ് ലിമിറ്റഡും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഗവ്ദ റിന്യൂവബിൾ എനർജി പാർക്കാണ്. ഗുജറാത്തിലെ കച്ചിലുള്ള ഗവ്ദ റിന്യൂവബിൾ എനർജി പാർക്ക് സൗരോർജ്ജവും കാറ്റിന്റെ ഊർജ്ജവും പ്രയോജനപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കുകളിൽ ഒന്നാണ്. ഈ പദ്ധതി ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 1.5 ട്രില്യൺ, ഏകദേശം $18 ബില്യൺ ഇതിന് കണക്കാക്കിയിരിക്കുന്ന ചെലവ്. 2020 ആരംഭിച്ച പദ്ധതി 2027 പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഭൂമി വിഹിതവും അടിസ്ഥാന സൗകര്യ സജ്ജീകരണവും ഉൾപ്പെടെയുള്ള പ്രാരംഭ ഘട്ടങ്ങൾ പുരോഗമിച്ചു വരികയാണ്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗം ലിമിറ്റഡ് എന്നിവയാണ് വികസനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. മൂന്നാമത് ഗിഫ്റ്റ് സിറ്റിയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. ആഗോള സാമ്പത്തിക IT സേവന കേന്ദ്രമായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകോത്തര ബിസിനസ് ജില്ലയായിട്ട് ഗുജറാത്തിനെ സൃഷ്ടിക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 78,000 കോടി രൂപ, ഏകദേശം $9.5 ബില്യൺ ഇതിന് കണക്കാക്കിയിരിക്കുന്ന ചെലവ്. 2007 നിർമ്മാണം ആരംഭിച്ച് ഒന്നാം ഘട്ടം 2023 മുഴുവൻ പദ്ധതി 2030 പൂർത്തിയാകുമെന്നാണ് ഇവ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിലവിൽ നിരവധി കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യ ഘടകങ്ങളും ഇതിനകം പ്രവർത്തനക്ഷമമാണ്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി കമ്പനി ലിമിറ്റഡ് ആണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ഗുജറാത്ത് സർക്കാരിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിന്റെയും സംയുക്ത ഭരണമാണിത്. നാലാമത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ തിരക്ക് കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത ഗ്രീൻഫീൽഡ് എയർപോർട്ട് പദ്ധതിയാണ് മഹാരാഷ്ട്രയിലെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിന് 167 ബില്യൺ, ഏകദേശം $2 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. 2018 ഇതിന് നിർമ്മാണം ആരംഭിച്ചത്. വിവിധ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം 2025 ഏപ്രിൽ മാസമാണ് തുറക്കുക. നിലവിൽ ഭൂമി ഏറ്റെടുക്കൽ ായിട്ടും അടിസ്ഥാന ജോലികളും പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും GVK ഗ്രൂപ്പും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ടെർമിനൽ സംവിധാനം മാത്രം ഉൾക്കൊള്ളുന്നതാകും നവി മുംബൈയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നത്. ഒരു ടെർമിനൽ, ഒരു റൺവേ എന്നിവ മാത്രമാകും നവി മുംബൈയിലെ വിമാനത്താവളത്തിൽ തുടക്കത്തിലൊക്കെ സജ്ജമാവുക. പിന്നാലെ 4 ടെർമിനലുകളും പിന്നെ 2 റൺവേകളും ഉൾപ്പെടുത്തി വിമാനത്താവളം വികസിപ്പിച്ച് യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. പൻവേലിന് സമീപം തുറക്കാനൊരുക്കുന്ന വിമാനത്താവളം പുനെയിൽ നിന്നടക്കമുള്ള യാത്രക്കാർക്ക് സൗകര്യമാകും. ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ആണ് പദ്ധതി വികസിപ്പിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന നിർദ്ദിഷ്ട വിമാനങ്ങളും റൂട്ടുകളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ലെങ്കിലും ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി പുതിയ വിമാനത്താവളം മാറും എന്നത് തീർച്ചയാണ്.
5 ഭാരത്മാല പരിയോജനയാണ് ഇന്ത്യയിലുടനീളമുള്ള ചരക്ക് ഗതാഗതവും യാത്രക്കാരുടെ ഗതാഗതവും മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിപുലമായ റോഡ് ഹൈവേ വികസന പരിപാടിയാണ് ഭാരത്മാല പരിയോജന. നിർണായക ഇൻഫ്രാസ്ട്രക്ചർ വിടവുകൾ നികത്തുന്നതിലൂടെ ഈ പദ്ധതി സാമ്പത്തിക പ്രവർത്തനങ്ങളും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കും. പ്രോഗ്രാമിന്റെ ഏകദേശ ചെലവ് എന്ന് പറയുന്നത് 5.35 ട്രില്യൺ രൂപയാണ്, അതായത് ഏകദേശം $65 ബില്യൺ. 2017 സമാരംഭിച്ച ആദ്യഘട്ടം 2022 പൂർത്തിയാകുമെന്നും തുടർന്നുള്ള ഘട്ടങ്ങൾ പിന്തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. നിലവിൽ നിരവധി ഹൈവേകളും എക്സ്പ്രസ് വേകളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്, ചിലതൊക്കെ നിർമ്മാണത്തിലിരിക്കുകയുമാണ്. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. 2028ഓടെ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 6ാമത് പുക ജിയോ തെർമൽ എനർജി പ്രൊജക്റ്റാണ്. ലഡാക്കിലെ പുക താഴ്വരയിലെ പുക ജിയോ തെർമൽ എനർജി പ്രൊജക്ട് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രൊജക്റ്റായിട്ട് മാറും. ജിയോ തെർമൽ ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പ്രദേശത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് സംഭാവന നൽകാനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. 5000 കോടി രൂപ അഥവാ $600 ദശലക്ഷം ഇതിന് കണക്കാക്കിയ ചെലവ്. 2021 ആരംഭിച്ച പദ്ധതി 2025ഓടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഈ പദ്ധതി പര്യവേഷണ പ്രാരംഭ വികസന ഘട്ടങ്ങളിലാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ് ONGC ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 7ാമതായി ബാംഗ്ലൂർ മെട്രോ അല്ലെങ്കിൽ നമ്മ മെട്രോയാണ്. ഇന്ത്യയിലെ പ്രധാന നഗരമായ ബംഗളൂരുവിൽ നിലവിലുള്ള ഒരു അതിവേഗ റെയിൽ ഗതാഗത മാർഗമാണ് ബാംഗ്ലൂരു മെട്രോ റെയിൽവേ അഥവാ നമ്മ മെട്രോ. ഇതിന്റെ നിർമ്മാണവും നടത്തിപ്പും നടത്തുന്നത് ബാംഗ്ലൂരു മെട്രോ റെയിൽ കോർപ്പറേഷനാണ്. നമ്മ മെട്രോ ഫേസ് 3 എ-ലൈൻ പദ്ധതിയുടെ ഭാഗമായി ഹെബ്ബോളുമായി സർജാപുരയെ ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് ഈയിടയ്ക്കാണ് കേന്ദ്ര നഗരവികസന വകുപ്പ് അംഗീകാരം നൽകിയത്. കഴിഞ്ഞ ജൂണിൽ സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പദ്ധതിക്ക് കേന്ദ്ര നഗരവികസന വകുപ്പ് അംഗീകാരം നൽകിയത്. 37 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നതാണ് ഹെബ്ബാൾ സർജാപുര പാത. ഏകദേശം 27,000 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവഴിക്കുക. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സ്ഥിരീകരണമുണ്ടാകും. 2022-23 ഈ പദ്ധതിയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് ഏകദേശം 16,500 കോടി രൂപയായിരുന്നു. എന്നാൽ വിശദമായ പ്രോജക്ട് റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ പഠനത്തിൽ എസ്റ്റിമേറ്റ് തുക 27,000 കോടി രൂപയായി ഉയർന്നു. ഹെബ്ബാൾ സർജാപുര പാത യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിലെ പ്രധാന പ്രദേശങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ശക്തമാകും. 28 സ്റ്റേഷനുകൾ പുതിയ ലൈനിലുണ്ടാകും. DPR അനുസരിച്ച് പദ്ധതിയുടെ ഭാഗമായി ഭൂഗർഭ എലിവേറ്റഡ് ലൈനുകളും ഉണ്ടാകും. എലിവേറ്റഡ് റൂട്ട് സർജാപൂർ മുതൽ കോറമംഗല 3ാം ബ്ലോക്ക് വരെ ഉണ്ടാകും. ആ ഭാഗത്ത് 15 സ്റ്റേഷനുകൾക്കാണ് സാധ്യതയുള്ളത്. ഭൂഗർഭ പാതയിൽ 11 സ്റ്റേഷനുകൾ ഉൾപ്പെടും. 8 സാഗർമാല പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യവ്യാപകമായ സംരംഭമാണ് സാഗർമാല പ്രോഗ്രാം. ലോജിസ്റ്റിക്സ് മേഖല മെച്ചപ്പെടുത്തുക, ഗതാഗത ചിലവ് കുറയ്ക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തീരദേശ സമൂഹങ്ങളെയും മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയും സാരമായി ഇത് ബാധിക്കുന്നു. ഈ പ്രോഗ്രാമിന് കീഴിൽ 500-ലധികം പ്രൊജക്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 431 എണ്ണം ഇതിനകം നടപ്പിലാക്കുകയോ പൂർത്തിയാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഷിപ്പിംഗ് മന്ത്രാലയം ഈ പരിപാടിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നു. 9ാമത് സൂപ്പർനോവ സ്പൈറയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള സൂപ്പർനോവ സ്പൈറ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, റീറ്റെയിൽ സ്പേസുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. നഗരത്തിലെ സ്കൈലൈൻ പുനർനിർവചിക്കാനും ആഡംബരപൂർണമായ ജീവിതവും ജോലിസ്ഥലവും പ്രദാനം ചെയ്യാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സൂപ്പർനോവ സ്പൈറയുടെ കൃത്യമായ ചിലവൊന്നും ലഭ്യമല്ലെങ്കിലും ഇത് വലിയ സൂപ്പർടെക് സൂപ്പർനോവ പദ്ധതിയുടെ ഭാഗമാണ്. 2012 നിർമ്മാണം ആരംഭിച്ചു. 2025ഓടെ അതായത് വരും വർഷത്തിൽ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഘടനയുടെ പ്രധാന ഭാഗങ്ങൾ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർടെക് ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ടിന്റെ ചുമതലയുള്ള ഡെവലപ്പർമാർ. 10ാമത് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടാണ്. ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിമറിക്കാൻ ശേഷിയുള്ള മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. മുംബൈയെ ഗുജറാത്തിലെ അഹമ്മദാബാദുമായി ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിലൂടെ 2027 അല്ലെങ്കിൽ 2028ഓടെ ട്രെയിൻ കുതിക്കുമെന്ന സൂചനകളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പദ്ധതിയുടെ നിർമ്മാണം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലെ യാത്രാ ഗണ്യമായിട്ട് കുറയ്ക്കും. 508 കിലോമീറ്റർ ദൂരം 2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ഇരു നഗരങ്ങളെയും ബന്ധിപ്പിച്ചുള്ള വ്യാവസായിക ഇടനാഴിയാകും ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി എന്നാണ് വിലയിരുത്തൽ. 320 കിലോമീറ്റർ വേഗത്തിലാകും ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ ഈ പ്രൊജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.